പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യാത്ത സംസ്ഥാനം ഏത്? താഴെ കൊടുത്തവയിൽ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യാത്ത സംസ്ഥാനം ഏത്? ഉത്തരം തെലങ്കാന. അടുത്ത ചോദ്യം, ഉത്തര മഹാസമുദ്രത്തിലെ പഴയ എക്കൽ നിക്ഷേപത്തിൻ്റെ പേരെന്ത്? ഉത്തര മഹാസമുദ്രത്തിലെ പഴയ എക്കൽ നിക്ഷേപത്തിൻ്റെ പേരെന്ത്? ഉത്തരം ബംഗർ. അടുത്ത ചോദ്യം, ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏത്? ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം നെയ്വേലി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും പഴയ കൽക്കരി ഖനി കാണപ്പെടുന്നത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി കാണപ്പെടുന്നത് എവിടെ? ഉത്തരം റാണിഗഞ്ച്. അടുത്ത ചോദ്യം, മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത്? മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത്? ഉത്തരം ഹിമാലയൻ നിരകൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഉത്തരം ശിവസമുദ്രം പദ്ധതി. അടുത്ത ചോദ്യം, ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം, ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഉത്തരം തുംഗഭദ്ര. അടുത്ത ചോദ്യം, അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ്? അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം സബർമതി. അടുത്ത ചോദ്യം, മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ബേത്വ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയതും പ്രായം കുറഞ്ഞതുമായിട്ടുള്ള പർവ്വതനിര ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയതും പ്രായം കുറഞ്ഞതുമായിട്ടുള്ള പർവ്വതനിര ഏതാണ്? ഉത്തരം ഹിമാലയൻ നിരകൾ. അടുത്ത ചോദ്യം, ഇവിടെ പരാമർശിച്ചിരിക്കുന്ന വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഒന്നാമത്തെ പരാമർശം, ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിലുള്ള നദീതട പദ്ധതി. ഇതിന് ഏത് നദീതട പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിശേഷണങ്ങളാണ്? ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് നദീതട പദ്ധതിയെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ഉത്തരമായിട്ട് വരുന്നത് ദാമോദർ നദീതട പദ്ധതി. അടുത്ത ചോദ്യം, ഹിമാലയം രൂപം കൊണ്ട ശില ഏത്? ഹിമാലയം രൂപം കൊണ്ട ശില ഏത്? ഉത്തരം അവസാദ ശില. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏത്? ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏത്? ഉത്തരം നാഗാർജുന സാഗർ ഡാം. 15 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.